ഈ വില്ലൻ ഡ്രാഗൺ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഡ്രാഗൺ ദേഷ്യത്തിലായി. ആദ്യമായി അവൻ തീ തുപ്പാൻ ശ്രമിച്ചു. അതൊരു കുഞ്ഞാണ് എന്ന് കരുതി മന്ത്രവാദി ചിരിച്ചു. പക്ഷേ അയാൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഒരു തീയുണ്ട നേരെ അയാളുടെ നേർക്ക് പാഞ്ഞു. അവൻ ഡ്രാഗന്റെ ശക്തിയെ കുറച്ചു കണ്ടിരുന്നു. തുടർന്ന് 3 കുഞ്ഞ് ഡ്രാഗണുകളും ഒരുമിച്ച് അലറുകയും തീയുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ മന്ത്രവാദി ചാരമായി. തന്റെ കുട്ടികളുടെ ശക്തി കണ്ടപ്പോൾ ഡ്രാഗൺ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി. സമയം വന്നിരിക്കുന്നു. ഇനി അവൾ മുഴുവൻ ഭൂഖണ്ഡത്തെയും ഭരിക്കും. പക്ഷേ കീഴടക്കാൻ 3 ഡ്രാഗണുകൾ മാത്രം പോരായിരുന്നു. അവൾക്കൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അതിനാൽ അവൾ യോദ്ധാക്കൾ താമസിക്കുന്ന വെസ്റ്ററോസ് എന്ന ദേശത്തേക്ക് പറന്നു. ഏറ്റവും കഠിനമായ രീതികളിൽ കുട്ടിക്കാലം മുതൽ പരിശീലിപ്പിച്ച പുരുഷന്മാരായിരുന്നു അവർ. 8000 വരുന്ന ഈ സൈനികരുടെ ഉടമ ഒരു ക്രൂരനായ അടിമ വ്യാപാരിയായിരുന്നു. പക്ഷെ ഡ്രാഗൺ രാജ്ഞിയുടെ പക്കൽ അവരെ എല്ലാവരെയും വാങ്ങാൻ മതിയായ സ്വർണമുണ്ടായിരുന്നില്ല. അതിനാൽ അവൾ ഞെട്ടിക്കുന്ന ഒരു വാഗ്ദാനം നൽകി. തന്റെ ഡ്രാഗണുകളിൽ ഒന്നിന് പകരമായി 8000 യോദ്ധാക്കളെയും അവൾക്കു വേണം. അടുത്ത ദിവസം അവൾ തന്റെ ഡ്രാഗണുമായി എത്തി. ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് സന്തോഷവാനായ അടിമ വ്യാപാരിക്ക് അവൾ അതിനെ കൈമാറി. അയാൾ യോദ്ധാക്കളുടെ ആജ്ഞാചിഹ്നമായ ചമ്മട്ടി അവൾക്ക് നൽകി. തന്റെ അത്യാഗ്രഹം തന്റെ വിധി കുറിച്ചു എന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. രാജ്ഞി ചമ്മട്ടി പിടിച്ച നിമിഷം അവൾ ഒരൊറ്റ കൽപ്പന നൽകി, ഡ്രാക്കാറിസ്. അവൾ കൈമാറ്റം ചെയ്ത ഡ്രാഗൺ തിരിഞ്ഞ് വൻ തീജ്വാല അഴിച്ചുവിട്ടു. തീ ആളിക്കത്തി അടിമ വ്യാപാരിയെ പൂർണ്ണമായും വിഴുങ്ങുമ്പോൾ അയാൾ അലറി വിളിച്ചു. യോദ്ധാക്കൾ ഇപ്പോൾ സ്വതന്ത്രരും രാജ്ഞിയോട് കൂറുള്ളവരുമായി.